ഇവന്മാർക്കൊക്കെ മറ്റേ ഗേൾസിന്റെ കാര്യം സോൾവ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ പ്രസവിപ്പിക്കാനും പേരെടുക്കാനും സമയം കിട്ടുള്ളൂ. എന്താടാ ബാബു മുച്ചിരി എങ്ങോട്ടാ വരുന്നതിന് മുമ്പ് തന്നെ നീ വന്നെന്ന് എനിക്ക് മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? ചന്ദ്രൻ ചത്തില്ലേ നിന്റെ കാലനാണ് ഞാൻ കേട്ട കാലൻ കേട്ട പന്നി വേണ്ടെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞു പോ. ഹലോ പെണ്ണെ എന്നിങ്ങോട്ടോ ഇങ്ങോട്ട് വാ. ഒരു മിനിറ്റ്, അവരുടെ ഒരു കല്യാണം പറഞ്ഞോണ്ടിരിക്കുവോ, ഒരു പെണ്ണ ഇങ്ങോട്ട് വാ. മംഗല ഞാൻ അല്ല, ഞാൻ മംഗലത്തിൽ കത്ത് വന്നിട്ട് അതിനോട് ചോദിക്കാൻ വേണ്ടി വിളിച്ച്. മംഗലത്തിൽ കക്കിയാ? എന്ത് കത്ത് കത്ത് കത്ത്? ആ മംഗലം കത്ത് അവര് തന്നോണ്ടിരിക്കുക. അപ്പൊ നന്നായിട്ട് നടക്കട്ടെ, നന്നായിട്ട് നടക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ ബ്രോ, ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ അല്ല, നമ്മുടെ ഗ്യാങ്സ് അതൊരു ഗേൾസിന് എൻട്രി ഇല്ല, അതാ ഉദ്ദേശിച്ചത്. ഓക്കെ ഓക്കെ ഓക്കെ, ഉറപ്പുണ്ട് ഉറപ്പുണ്ട്. ഞങ്ങൾ എന്നാ ഒന്ന് ഒരു ചെറിയ മീറ്റിംഗ് ഉണ്ടേ ബ്രോ, അതിനൊന്ന് പോയിട്ട്. എടാ എന്തിയടാ അവരെന്തിയാ, അവര് വന്നോ? മന്ദാരേ, ആ അവരുടെ ഫാമിലിന്ന് ആരോ സംസാരിക്കുന്നുണ്ടെങ്കിൽ അവരിവിടെ വിളിച്ചു കേട്ടോ. സത്യം പറഞ്ഞ ഇവിടെ എന്തിനാ നിക്കുന്നതെന്ന് അറിയാവോ? എന്തിനാ? കൂട്ടത്തിലൊരുത്തന്റെ കല്യാണം സെറ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ്. അപ്പാപ്പൻ ഇങ്ങനെ നരച്ച് മൂത്ത് നിങ്ങൾക്ക് വേണ്ടി അടിക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ അടിയന്തരം മറ്റേ സാമ്പാർ കൊടുക്കുക, പരിപ്പോട് കൊടുക്കുക, ഇതൊക്കെ പറ്റുള്ളൂ. മനസ്സിലായ? സത്യം സത്യം പറയാ അപ്പാപ്പ, നമുക്ക് ഉള്ളിപ്പോ പെണ്ണും പെണ്ണൊന്നും ഇല്ലാത്ത ഇവിടെ. അവിടെ ഇരിക്കുന്ന മൊത്തം അമ്മമാരെ കണ്ണും പൊടി ഞാൻ പറയാം. ചന്ദ്രനടക്കം പെണ്ണുണ്ട്. പിന്നെ അത് വേറെ അറിയാം, അത് മറ്റേ ഡിസ്കോഡിൽ വീഡിയോ വരാൻ വേണ്ടി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് ഏറ്റെടുത്തതല്ലേ അവൻ. പിന്നെ കുട്ടി വന്നിട്ടുണ്ടോ? ആ വന്നല്ലേ. നമുക്ക് കുറച്ച് ബാക്കിലോട്ട്. ഇതെന്താ ഹെലിയൊക്കെ ഒരുപാട് ഇവിടെ. മുതുക്കാക്കി. ഇതെന്താണ് നാട്ടുകാർ പത്തുകൂടി ഉണ്ടല്ലേ? ഇത് എടാ, നമുക്ക് കുറച്ചുകൂടി പ്രൈവസി ഉള്ള സ്ഥലത്തോട്ട് പോയാലോ? ചന്ദ്ര, ബ്ലാക്ക് മാഫിയുടെ വീട് കിട്ടുമോ നമുക്കൊരു ചെറിയ മീറ്റിങ്ങിന്? എന്നാ വാ, അങ്ങോട്ട് പോയി. ഇവിടെ കൊറേ ആൾക്കാരുണ്ട്, വാ. നമ്മുടെ വീട്ടിൽ വേണ്ട, നമ്മുടെ വീട്ടിൽ വേണ്ട. പെണ്ണേഴ്സൊന്നും വീട്ടിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റത്തില്ല. ഓരോരുത്തന്മാര് കാരണം നമുക്ക് ഓരോ ഗതികേടാ നമ്മുടെ. വീട് മാറി നടക്കേണ്ട ഗതികേടാ. ഒന്ന് വന്ന് എന്നെ ഒന്ന് കേട്ടു. ഗ്യാങ്സ് വേണ്ട, ഗ്യാങ്സ് വേണ്ട, ഗ്യാങ്സ് വേണ്ട. കൊച്ചി എത്തോ? ഭീമൻ ചത്ത്. എന്തൊരു ഒരു അച്ചിപ്പട്ടി ചത്ത്. എല്ലാരും ചത്തോ? ഇത് വേറെ ആരോ കൊന്നേട്ടാ. രാശിയുള്ള വീടാ. അപ്പാപ്പ ബോളടിച്ച് വീണ അപ്പാപ്പ എന്താ സ്റ്റീവേ, 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 നീ തത്സമയം എന്ന് വരുമെന്ന് ചോദിക്കുന്നു ഇവിടെ കുറെ പേര്. സ്റ്റീവേ, എനിക്ക് തത്സമയം എന്ന് വരുമെന്ന് ചോദിക്കുന്നു. നാളെ വൈഫ് സെറ്റ് ചെയ്യാൻ പോകും. നാളെ സെറ്റ് ആയി നാളെ തന്നെ വരും. അരമണിക്കൂർ ഡിലേ ഉണ്ട് കേട്ടോ നിനക്ക്. മൊബൈൽ ഡാറ്റ തിങ്സ്, മൊബൈൽ ഡാറ്റ ഓക്കെ 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 ഓക്കെ. സെറ്റ് ചെയ്തിട്ട് ഇന്ന് നിപ്പിലേക്കാണ് 600 കയറി പോണേ. ഓ മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. വൈഫൈന് സെറ്റ് ചെയ്യണോ? ഞാൻ നാട്ടിൽ വന്നേലുള്ളൂ. വൈഫൈ സെറ്റ് ചെയ്തിട്ട് സെറ്റ് ആവണല്ലേ ഇവിടെ. ഓക്കെ 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 ഓക്കെ. ചന്ദ്രു, അപ്പാപ്പ നിങ്ങളല്ലേ ഇത് മുന്നിൽ നിന്ന് നടത്തി കൊടുക്കണ്ട അപ്പാപ്പ? ആണല്ലേ? പിന്നെ നമ്മളെന്തിനാ വന്നേ ഇവിടെ? നമ്മള് വന്ന എന്താന്ന് പറയായിരുന്നു. ജുഗ്രും വേറൊരു ഗ്യാങ്ങിലുള്ള പെങ്കൊച്ചുമായിട്ട് ഡിങ്കോൾഫി. പറടാ പറടാ. നിങ്ങള് ചന്ദൻ ജിമ്മിക്കാൻ നിൽക്കണം. 40 പ്രാവശ്യം അരമണിക്കൂറുണ്ട് ഡിലേ. നീ അടുത്ത് നിൽക്കുന്നത് ഞങ്ങൾ പറയണ തന്നെ ഞങ്ങൾക്ക് കേട്ടോണ്ടിരിക്കുക. മനസ്സിലായി? കാര്യമാണെങ്കിൽ ഒന്നുകൂടെ പറയാം. നിന്റെ ടി വി ഒന്ന് ക്ലിക്ക് ചെയ്യിക്കണം. എടാ
ജുഗുറും വേറൊരു ഗ്യാങ്ങിലുള്ള പെണ്ണും കൂടെ ഡിങ്കോൾഫി. അത് ഗ്യാങ്ങിലായതുകൊണ്ട് അവരോട് നമ്മളോട് സീനാവും സംസാരിച്ചത്. അതെ, ഇതെല്ലാം രണ്ടിടത്ത് ഞാൻ അങ്ങോട്ട് പറയുന്നല്ലേ. അതല്ല ഞാൻ ഇപ്പൊ നിന്നോട് അങ്ങോട്ട് പറഞ്ഞത്. അതെ, ഇത് കെട്ടിച്ചോടത്തില്ലെങ്കിൽ അവൾ ആങ്ങളൊരു എന്നെ കൈ വെക്കുമെന്നാണ് പറഞ്ഞേക്കണേ. ബോബോയ് ലൈവ് ആണ്, ഗീവ് ഹിം ഗിഫ്റ്റ്. ബോബോയ് ഞാൻ നാളെ ബോബോയ് നേരിട്ട് കാണാൻ പോകുന്നുണ്ടാ. നമ്മളെ ബോട്ടിലൊക്കെ പോയാണ് അവരെ വീട്ടിൽ പോയി സംസാരിച്ചത്. ബോട്ടില് അഹങ്കാരം അല്ലിച്ചോണേ അവന്റെയൊക്കെ. ജുഗ്രു എന്തിടാ കുട്ടി? കുടുംബത്തിൽ നിന്ന് ആരും വന്നില്ല? കുടുംബത്തില് ആൾക്കാർ കുറവാ. ഞങ്ങൾക്ക് ഇന്നലെ ഒരു സസ്പെൻഷൻ കിട്ടിയതുകൊണ്ട്. ഓ മനസ്സിലായി. അത് കുഴപ്പമില്ല. ഇറങ്ങിയ അവനെ തുറത്തുനിന്ന് ഇറങ്ങിയിട്ട് വിട്ടേ. അവനെ ഒന്ന് ഉള്ള രണ്ടുപേരെ ഇല്ല, കുഴപ്പമില്ല. നമുക്ക് സംസാരിക്കാം. ഇപ്പൊ ഈശി വിളിച്ചു വിടാ. ഇപ്പൊ ഈശി വിളിച്ചു തന്നെ. ജുഗ്രു ഒന്ന് അടുത്തേക്ക്. സ്പാം ചെയ്യല്ലേ. എടാ സൈലന്റ ഒന്ന് സംസാരിച്ചു പറഞ്ഞു. ജുഗ്രു ഇവിടെ ഇല്ലാത്തതുകൊണ്ടേ നമുക്ക് ഇന്നലെ പറഞ്ഞു തരും അങ്ങോട്ട് ഇതായില്ല. പറഞ്ഞു കുട്ടിയുടെ ആവശ്യം എന്താന്ന് വെച്ചാ പറഞ്ഞു. അണ്ണ കല്യാണം പകുതിക്കൊന്ന് മുടങ്ങിപ്പോയ കാര്യം അണ്ണന് അറിയാലോ. എന്താ പറഞ്ഞത്? കല്യാണം കഴിക്കണം എന്നുണ്ടണ്ണ. എങ്ങനെ ജുഗ്രു നിനക്ക് എന്താ, നിന്റെ തീരുമാനം എന്താ? അവനിപ്പ വേണ്ടതാണ്. അതെ അല്ലടാ ജുഗ്രു അവൻ പറയട്ടെ. അതെ അതെന്ന് പറയാനല്ലോ കാര്യം വെട്ടി തുറന്ന് പറ. ഒരു കൊച്ചിനെ സ്നേഹിക്കാൻ പറ്റുകയാണെങ്കിൽ അത് പറയാനുള്ള ഒരു ധൈര്യം നീ ധൈര്യമായിട്ട് പറഞ്ഞോ. നമ്മളെല്ലാം ഫ്രണ്ട്ലി അല്ലേ. പുച്ചിരിന്റെ 90 കവിത ഇറക്കല്ലേ? അല്ല പുച്ചിരി മന്ദാരം പുറകോട്ട് പോയി. കെട്ടറാ പറഞ്ഞ കയ്യില് ബാറ്റൊക്കെ പിടിച്ചിട്ട് കെട്ടണോ ചന്ദ്രടുത്ത് വെക്കടാ. ഫ്രണ്ട്ലി ഫീൽ തോന്നുന്നില്ല. നിന്റെ ഇത് കാര്യമായിട്ട് പറഞ്ഞു. കല്യാണം വരെ എത്തിയിട്ട് കല്യാണം മുടങ്ങിയതുകൊണ്ട് ഭയങ്കര വിഷമം. അതുകൊണ്ട് എനിക്ക് ഞാൻ ഇതുവരെ ചോദിച്ചില്ലല്ലോ. ജുഗ്രു നിനക്ക് ഈ കൊച്ചിനെ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. നിങ്ങള് റിലേഷൻഷിപ്പിലാണല്ലേ? എത്ര നാളായി? 1 month. അപ്പൊ ഈ കൊച്ചിന് കല്യാണം കഴിക്കണമെന്നാ പറയണേ. അപ്പൊ എന്താ ചെയ്യണ്ടേ? ശരിക്കും ആലോചിച്ചിട്ട് തരുവാണോ കുട്ടി? വസുവിനെ ഞാനെന്നാ കുറച്ച് കാര്യങ്ങൾ കൊച്ചിനോട് ചോദിച്ചോട്ടെ. ഇവരിത് ദിവസമാണേ. കേക്കാവോ? മാസ്ക് വെച്ചിരിക്കണം. അത് നമ്മുടെ കുടുംബത്തിലെ തലമുത്തപ്പനാണ്. കുട്ടി അങ്ങനെ കുഴപ്പമില്ല. അങ്ങനെ ആയിരുന്നു കിട്ടിക്കായിരുന്നു. മോളെ മോക്ക് ജുഗ്രുവിനെ ഇഷ്ടമാന്ന് പറഞ്ഞു അല്ലേ? ഇവന് എന്തിനാണ് മോൾക്ക് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞേ? അതൊക്കെ എന്തൊരു ചോദ്യമാണത്. എന്തിനാണ് കല്യാണം കഴിക്കാൻ? കേട്ടില്ല. ഇല്ലായിരുന്നു. പക്ഷെ കല്യാണം വരെ ഈ സ്നൈപ്പർ എത്തിച്ചിട്ടേ അത് മുടങ്ങിപ്പോയപ്പോ എനിക്ക് ഭയങ്കര അപ്പാപ്പനെ ഇപ്പൊ കൈ വെക്കും ജുഗ്രു. എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റൂലേ? എനിക്കതൊന്ന് കാണാൻ വയ്യേ. എന്നെ ആരും പിടിച്ച് മാറ്റണേ. ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പറ്റത്തില്ല അങ്ങനെ അത് അല്ലേ? മോളെ ശരി, ഞാൻ എന്താ വേറെ നിങ്ങള് മോള് അവനെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു അല്ലേ? ശരി, മോക്ക് ഇവന്റെ ഇഷ്ടപ്പെട്ട 3 ഗുണങ്ങൾ എന്തൊക്കെയാ? ഓക്കെ, പറഞ്ഞ പോലെ നേരത്തെ മോൾക്ക് അവനെ കല്യാണം കഴിക്കണ്ടേ? അവന് ഞങ്ങളോട് പറയണ്ടേ? അവൻ എന്നെ ഭയങ്കരമായിട്ട് പേമ്പർ ഏതാ കൊണ്ടെടുക്കാം. അവിടെ വരെ എത്തിയല്ലടാ നീ. മുച്ചിരി എങ്ങോട്ടാ? അതെന്ന് വെച്ചാലേ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇങ്ങനെ കൈവെള്ളയിൽ കൊണ്ട് നടക്കത്തില്ലേ? ലൈക്ക്
ഓക്കെ അതുകൊണ്ട് കൊച്ചിനെ അവനെ ഇഷ്ടപ്പെട്ടു. ഓക്കെ, അത് ഒരു- രണ്ടാമത്തെ പിന്നെ അവന് എന്നെ വിഷമിപ്പിക്കാറില്ല ഒട്ടും. വിഷമിപ്പിക്കാറില്ല ഒട്ടും. പിന്നെ എനിക്ക് അഥവാ വിഷമം വന്നാൽ തന്നെ എന്ത് വിഷമം വന്നാൽ തന്നെ എന്റെ സൗണ്ട് മാറുമ്പോഴത്തേക്ക് അവൻ കണ്ടുപിടിച്ച് എന്നെ ഒറ്റക്ക് കൊണ്ടുപോയിട്ട് എന്റെ അടുത്ത് ഒറ്റ കൊണ്ടുപോയിട്ട് ഒറ്റക്ക് കൊണ്ടുപോയിട്ട് സംസാരിച്ചിട്ട് എന്നെ സമാധാനിപ്പിക്കും. എവിടെയാണ് കൊണ്ടുപോകാറ് വിഷമം വരുമ്പോ? അവൻ മോളെ ഇതില് മേഖലയിൽ മലയിൽ മലൈക്കോട്ട് ബാല്യവൻ. ഞാൻ ഇത് വൈമാപ്പ് ആടാക്കാം. തൊക്കിയുടെ പിന്മുറക്കാരൻ. അല്ലല്ല അല്ല മോളെ ശരിയാ. ഇപ്പൊ മോള് 3 കാരണങ്ങൾ പറഞ്ഞു. സ്ഥലത്ത് ഓക്കെ. ഇപ്പൊ മോളിപ്പോ 3 കാരണങ്ങൾ പറഞ്ഞു. ഡസ്റ്റർ ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ടാവുന്നു. അങ്ങനൊന്നുമില്ലടാ, അവൻ സിംഗിൾ ടൈം എടുത്ത് ചില്ല. മോളെ രണ്ടാവൻ വിഷമിപ്പിക്കാറില്ല. ഡസ്റ്റർ join with us, don't stay back man, come, let's വാ പറഞ്ഞു. ഞാൻ മിയ പിന്നെ നീ അറിഞ്ഞൂടെ? ബസ്സിന് ചൂട് ജാതി സാധനം കേട്ടോ. ജൂഡിന്റെ മീയാണോ ഇത്? ഞാനേ ഒരു കുടുംബ പ്രശ്നം തീർത്തിട്ട് ഇപ്പൊ വരാം, എന്നിട്ട് കേട്ടാ പോരെ കുട്ടിയുടെ പ്രശ്നം. മതി 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 മതി. ഇപ്പൊ വരാം. വാ ഡസ്റ്റർ വാ. അതിട്ട് പേടിക്കുന്ന വേണ്ട, ആ കേസിൽ പേടിക്കണ്ട. ചന്ദ്രന്റെ പേര് മാസം ഇത് സംഭവം ജൂട് പോയേട്ടാ. കൊച്ചന്മാർക്ക് കാണാം കത്തിപ്പോയ പോലെ എപ്പോഴും അവൻ കത്തും വേണമെങ്കിൽ. ആരുടെ ഫോണാണ് അടിക്കുന്നത്? ഹലോ, ശരി, ഞാനൊരു ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇത് എന്റെ ഒരു ചോദ്യം. ഇപ്പൊ ഈ കല്യാണമൊക്കെ കഴിഞ്ഞ ശേഷം ഇപ്പൊ നമ്മളുണ്ടല്ലോ റിലേഷൻ ടൈമിൽ എല്ലാരും അവരുടെ നല്ല ഫേസ് മാത്രമേ കാണിക്കത്തുള്ളൂ. ഈ കെട്ടി കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും അവരുടെ വേറെ പല ഫേസുകൾ നിങ്ങൾ കാണാൻ പോണേ. അപ്പൊ എന്താ അപ്പൊ അങ്ങനെ ഒരു സംസാരം? ഞാൻ മാത്രമല്ല അതേ അഭിപ്രായം. അഭിപ്രായം പറയില്ലേ, ഞാൻ അഭിപ്രായം പറയില്ലേ. പറയട്ടെ. അപ്പൊ ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം അവൻ കുട്ടി ഈ ഒരു അവന്റെ സ്വഭാവത്തിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ കുട്ടി അത് എങ്ങനെ അത് ഫേസ് ചെയ്യും? അല്ലെങ്കിൽ റിയൽ ഫേസ് കുറച്ച് എപ്പോഴും ഇതായിരിക്കുമല്ലോ കുറച്ച്. അതിനാണല്ലോ നമ്മൾ അതിനെ നമ്മള് അക്സെപ്റ്റ് ചെയ്യണ്ടേ. അപ്പൊ അത് കുട്ടി എങ്ങനെ അതിനെ നേരിടും എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത് എന്തെങ്കിലും ഇഷ്ടപ്പെടാതൊക്കെ വന്നു കഴിഞ്ഞാൽ ആവുമെന്ന് എനിക്കറിയില്ല. കാരണം ക്യാരക്ടർ ആവും ഭയങ്കര പാവാ. ഇവിടെ എത്ര എന്ത് പാവാരെന്നറിയോ? ലാസ്റ്റ് ഞാൻ കാമുകയൊക്കെ ഒന്ന് ജയിലിൽ പോയിട്ട് തിരിച്ചു വന്നതാണ് ഇപ്പൊ ടി വി ഒരു മാസം കൊണ്ട് ആൾക്കാരെ തിരിച്ചറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രൊഡക്റ്റ് ടെസ്റ്റ് ചെയ്യാൻ പോലും 60 ദിവസം വേണം. ഏത് പ്രൊഡക്റ്റ് ഏത് പ്രൊഡക്റ്റ് ആയാലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് അല്ല ഞാൻ പറയട്ടെ, ഇത് കൂടുതൽ ചോദ്യം ചോദിച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കണത് പ്രശ്നം. പറയടാ മൂവി. ബാബു സെറ്റ് വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് വരാൻ പറ, ഈ റേഡിയോട്ട് വരാൻ പറ. ഇല്ല ഞാൻ പറയാം. ബാബു സെറ്റ് മോനെ ജുഗുറു, ഹലോ ഡ്രൈവറെ, നിനക്ക് എന്താ എന്ത് മാന്യായിട്ടല്ലേ വിളിച്ചു? എത്തിയോ ഇങ്ങോട്ട്? ഈ റേഡിയോ കൂടെ എത്തിയോ പറ. എന്ത് രീതിയിലാ സപ്പോർട്ട് ചെയ്യുക? ഒരു എക്സാമ്പിൾ. ഞാൻ ഡൗൺ ആയിരിക്കുമ്പോ എന്നെ അതല്ല ഉദ്ദേശിച്ചിട്ട് ഞാൻ സാഡ് ആയിട്ടിരിക്കുമ്പോ ഇതൊക്കെ വേറെ അർത്ഥത്തിൽ ആൾക്കാർ ചിന്തിക്കും. ഈ ഭാഷയിലെ വരത്തുള്ളൂ. എടാ അവനെ പറയാൻ സമ്മതിക്കടാ. അവൻ നിങ്ങൾ എല്ലാരും അവനെ ടോർച്ചർ ചെയ്യല്ലേ? സപ്പോർട്ടീവ് ആണ്, പിന്നെ അണ്ടർസ്റ്റാൻഡിങ് സപ്പോർട്ടീവ്. ഓക്കെ ശരി. അവളുടെ ഏറ്റവും ഫേവറേറ്റ് കളർ ഏതാടാ? ബ്ലാക്ക് വൈറ്റ് ഗ്രീൻ. ബ്ലാക്ക് വൈറ്റ് ഗ്രീൻ ഗ്രീനാണ് കൂടുതൽ ഇഷ്ടം. അവളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ബർഗർ ആണോ? അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നെയിൽ പോളിഷ്
അതൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. ചെയ്യാറില്ല. നെയിൽ പോളിഷ് അറിഞ്ഞോണെങ്കിൽ പ്രശ്നമാണ്. നീ എന്ത് ഈ പറയണേ? നിനക്ക് എന്തറിയാം ലൈഫിനെ കുറിച്ച്? നിനക്ക് എന്തറിയാം? അല്ലല്ല അപ്പാപ്പ ഞാൻ വേറെ കാര്യോടെ അതെല്ലാം വിട്ടോ. ഓക്കെ, ഇപ്പൊ ഈ കുട്ടി BCCയുടെ ഗ്യാങ്ങിലാണ് കളിച്ചോണ്ടിരിക്കുന്നത്. നാളെ ഞാൻ ഇപ്പൊ എക്സാമ്പിൾ പറയാം. നമ്മുടെ കൂട്ടത്തിൽ ഒരാളെ BCCയുടെ ഒരാളെ അടിച്ചിട്ട് പോയി. ഞാൻ വന്നിട്ട് പറയുകയാണ് ഇവന്മാരെ എവിടെ കണ്ടാലും ഹോസ്റ്റേജ് എടുക്കാൻ. അപ്പോ നീയും അവളും കൂടെ ഇവിടെ ഇരുന്ന് ഇപ്പൊ നിങ്ങൾ ഒരുമിച്ച് നടക്കുമെന്ന് വിചാരിച്ചോ? നടക്കുന്ന സമയത്ത് ഞാൻ റേഡിയോയിൽ കോള് പറയാ BCCയിലുള്ള ഒരാളെ ഹോസ്റ്റേജ് ആയിട്ട് വേണം എന്ന് പറഞ്ഞാ നീ എന്ത് ചെയ്യും? ഇത് ഞാനും കേട്ടിട്ടുണ്ട്. കൊണ്ട് സൂസൻ എത്ര വർഷം കൊണ്ടുവന്നേക്കണോ? ടഫ് ക്വസ്റ്റ്യൻ. ടഫ് ക്വസ്റ്റ്യൻ. അതാ അതിന് മറുപടി പറയണം. ആൻസർ ആലോചിച്ചിട്ടും പറ. ശരിക്കും ആലോചിച്ചിട്ട് വേണം പറയാം. എല്ലാവരും സമയം കൊടുക്കുക. സമയം ഒന്നല്ലെങ്കിൽ ടിവിയുടെ പുറത്ത് നീ, അല്ലെങ്കിൽ നീ അവളോട്ടുള്ള കല്യാണം. ഏതിലൊന്നും ഇപ്പൊ നടക്കും. അതെ കുട്ടി BC സെറ്റിൽ സ്ലോട്ട് ഉണ്ടോ? സ്ലോട്ട് ഉണ്ടോ BC സെറ്റിൽ? അസോൾട്ടറാണ്, ബാക്ക് സ്റ്റാബ് പെണ്ണല്ല അവിടെ അല്ല. ശരി, നീ സംസാരിക്കില്ല. നിന്റെ സ്ലോട്ടിന് തീരുമാനമായിട്ടില്ല. മോദിയുടെ ഡ്രസ് ഇട്ട് വന്നേക്കണം. സസ്പെൻഷൻ ആണ്. നോക്കണ്ട അടിക്കാൻ പോയതാ കേട്ടോ. ഇല്ല ഞാൻ ഇവിടെ ബുദ്ധിപരമായി ചിന്തിക്കും. എല്ലാ കാര്യങ്ങളും ആലോചിക്കും. ബാബു കാര്യങ്ങളൊക്കെ പടപടെന്ന് പറയാൻ കേൾക്കണം. നമ്മുടെ ഗ്യാങ്ങിലുള്ള ജുഗ്രു എന്ന് പറയുന്ന പയ്യനും നമ്മുടെ ഗ്യാങ്ങിലുള്ള ജുഗ്രു എന്ന് പറയുന്ന പയ്യനും വേറൊരു ഗ്യാങ്ങിൽ BCCയിലുള്ള ഒരു പെൺകൊച്ചും തമ്മിൽ ഇഷ്ടം. ഒരു മാസമായുള്ള അവർ തമ്മിൽ പരിചയപ്പെട്ടിട്ട് അവർ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം. കല്യാണം കഴിപ്പിച്ച് കൊടുക്കണമെന്നാണ് പറയുന്നത്. അതിന്റെ ഒരു കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടിട്ട് രണ്ടുപേരും കൂടെ ഒരുമിച്ച് വിളിച്ച് ഇന്നലെ വിളിച്ചു. ഇനിയുണ്ട്. അപ്പൊ കോച്ച് ഒരു കാര്യം സംസാരിച്ചിട്ട് കോച്ച് പറ. ബോബോയുടെ ബർത്ത്ഡേ എനിക്ക് നമ്മളെല്ലാം വിഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾ വരുന്നത്. இல்ல 7323ல வந்துட்டு அவனுக்கு செட்டப் பண்ணிருக்கான். അത് പറഞ്ഞു എന്നെ അറിഞ്ഞു. ഇത് അപ്പൊ ഇത് സംസാരിച്ചോണ്ടിരിക്കുക. ഞാൻ അവനോട് ഒരു ടഫ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതിന്റെ മറുപടി അവൻ ആലോചിച്ചോണ്ടിരിക്കുക. നീയും കൂടെ വാ, എന്തായാലും അങ്ങോട്ട് വാ. ഉത്തരം പറയണം പ്ലീസ്. ഉത്തരം പറയണേ. വെൽ സ്ക്രിപ്റ്റഡ് ആണ് സാധനം. ഇത്ര കുഴപ്പം? ഇതാരുടെ ഇമോട്ട് സ്പാം ചന്ദ്രു ഞാൻ ഹോസ്റ്റേജ് എടുക്കും. ഇവിടെ എനിക്ക് ഗ്യാങ്ങാണ് വലുതെന്ന് ഞാൻ കമ്മിറ്റഡ് ആവുന്നതിന് മുമ്പ് ഓപ്പൺ ആയിട്ട് പറഞ്ഞതാണ്. എനിക്ക് നിങ്ങളൊക്കെ വലുത്. സ്നേഹിക്കുന്ന ആൾക്കാരെ വഞ്ചിക്കുമെന്നാണ് പിന്നെ സെക്കൻഡ് റൂള് നമ്മുടെ ഗ്യാങ് ഹൗസിലോട്ട് പെണ്ണിനെ കയറ്റൂലെന്നല്ലേ? അതെ, നിന്നെ വിശ്വസിച്ച് ഇറങ്ങി വന്ന് അവരെ വിശ്വസിച്ച് ഇറങ്ങി വന്ന നീ ഫോട്ടോ ഫ്രണ്ട് പറഞ്ഞപ്പം ഞാൻ നിന്നോട് പറഞ്ഞ ഉത്തരം എന്തുവാ? അവളെ എടുക്കരുത്. പക്ഷേ ആംഗ്ലമാരെല്ലാം കൊണ്ടുവരാൻ കുട്ടി ഒരിക്കലും ഞാനൊരു കാര്യം പറയട്ടെ. BCCയിലായിട്ടുള്ള എല്ലാവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പായി പോവാൻ ഇവന്മാർക്ക് എല്ലാവർക്കും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എന്തായാലും ഉണ്ടാവും. അപ്പൊ കുട്ടി ഹോസ്റ്റേജ് കണ്ടോ? അപ്പൊ എന്തായാലും ഹോസ്റ്റേജ് ആവും. എന്തൊരു സൂര്യായിരുന്നു? അപ്പൊ ഉറപ്പായിട്ട് ഹോസ്റ്റേജ് ആവും. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? നീ തന്നെ പറ. പറയടാ. ഹലോ കുട്ടി, എന്താണ് കാര്യങ്ങൾ? അപ്പൊ തീരുമാനത്തിലെത്തിയോ? ജുഗ്രുവിന്റെ ഉത്തരം കിട്ടിയില്ലണ്ണ. ജോഗ്രു ഉത്തരം പറഞ്ഞേ. പക്ഷേ ഞാൻ ഏത് ക്വസ്റ്റ്യൻ? അതെ, ഹോസ്റ്റേജ് ആയിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കൊല്ലാൻ പറഞ്ഞ കൊന്തുവോ?
എന്ത് വലിച്ചു എത്ര ആ ജൂറു വാസുവിന് ഉത്തരം പറഞ്ഞു കൊടുക്ക്. എല്ലാം മറന്നുപോയി ഞാൻ. അല്ലല്ല ഞാൻ എല്ലാം വിട്ടോ ഞാൻ ഒരു ഒറ്റ കാര്യം നിനക്കിപ്പൊ ഇവളെ കല്യാണം കഴിക്കണോ വേണ്ടായോ? ഒറ്റ ചോദ്യം, യെസ് ഓർ നോ? പറടാ. നോ എന്നാണ് എല്ലാം ഇവിടെ നിർത്തണം. എസ് ഓർണോ കഴിക്കണോ വേണ്ടായോ? നിനക്കിത് വേണോ വേണ്ടയോ? കിട്ടി ഒരു സദ്യ സദ്യ മാത്രമേ ഉള്ളൂ. എന്താ പെട്ടെന്ന് പറഞ്ഞു എന്ത് ഇത്ര ഏം പറയറാ ടൈം വേസ്റ്റാ. പറയുന്നേ അണ്ണാ ചോദിച്ചോണ്ടിരിക്കുന്നു എന്നാ ലാസ്റ്റ് ചോദ്യം എന്തിനാണ്? കല്യാണം കഴിക്കണോ വേണ്ടായോ അവളെ? മണിക്കൂട്ടി ഒരു വേർഡ് ഉത്തരവാണ്, യെസ് ഓർ നോ? എസ് ഓർണോ ഇപ്പൊ കല്യാണം കഴിക്കണോ വേണ്ടായോ? ഇപ്പൊ അവനെയാണ് പറഞ്ഞത്. ഇപ്പൊ വേണ്ട. വേണ്ടാന്ന് കല്യാണം വേണ്ടെന്നാണ് പറഞ്ഞേ. എടാ എങ്ങനെയാണ് ഒരു കൊച്ചിന്റെ പുറത്തേക്ക് പറഞ്ഞേ? കുട്ടി അവൻ പറയണത് ഇപ്പൊ വേണ്ടെന്നാണ്. ഞാൻ എന്തോ പറയണ്ടേ? വേണ്ടെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞു പോ. ഓർത്തു കൊടുത്ത് വന്നേക്കോ. കുട്ടി അവൻ വേണ്ടെന്നാണ്, ഇപ്പൊ കല്യാണം കഴിക്കേണ്ടതാണ്. കുട്ടിയെ വേണ്ടെന്നല്ല ഉദ്ദേശിച്ചത്, ഇപ്പൊ കല്യാണം കഴിക്കേണ്ടതാണ് അവൻ ഉദ്ദേശിച്ചത്. അഥവാ അവൻ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു ഞാൻ എന്തു പറയണ്ട. അവൻ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നടത്തി തരും കല്യാണം. ഇപ്പോഴെല്ലാം നല്ല രീതിയിൽ നടത്തി തരും കല്യാണം. എടാ വായിരിക്കുന്ന സാധനം മാറ്റി. അണ്ണാ ഇല്ല ചന്ദ്ര അത് നീ പറയാനിരിക്കായിരുന്നു. ചന്ദ്രേട്ടന്റെ വൈഫൊക്കെ ഉണ്ടല്ലോ ചന്ദ്രേട്ടാ. എന്റെ അല്ലേ അത്? അല്ല ഞാൻ എന്റെ ഒരു ഫൈനൽ ഇത് പറഞ്ഞുതരാം. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. നിങ്ങളുടെ രണ്ടിന്റെയും എൻഗേജ്മെന്റ് നടത്തി വെക്കാം. ജിഗുർ റെഡിയാണോ? ജിഗുർ റെഡിയാണോ എൻഗേജ്മെന്റിന്? ഒരു മിനിറ്റ് അപ്പൊ അണ്ണാ അത് നടക്കൂല. അവൻ എന്നെ വേണ്ട. അണ്ണാ ഞാൻ ഇവിടെ പൊരന്നിറഞ്ഞ് അണ്ണനും ഇവിടെ പൊരന്നിറഞ്ഞ് നമ്മളെല്ലാരും ഇവിടെ പൊരറിഞ്ഞിരിക്കുമ്പോഴത്തേക്ക് ഒരുത്തിന് എൻഗേജ് നടക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പത്തറ്റിക് അവസ്ഥ. അണ്ണ എന്റെ അവസ്ഥ മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? നമ്മൾ എത്ര നാളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹലോ ചന്ദ്രനെ ആരെ വെടിവെച്ചിട്ട്? അണ്ണാ മറ്റേ സ്ഥലം പോണായിരുന്നു. ബാബു ആയിരിക്കും വന്നിട്ടുണ്ട്. ഹലോ വന്നെന്ന് മനസ്സിലായിരിക്കും. വരുന്നതിന് മുമ്പ് തന്നെ നീ വന്നെന്ന് എനിക്ക് മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? ചന്ദ്രൻ ചത്തില്ലേ? നിന്റെ കാലനാണ് ഞാൻ കേട്ട കാലൻ കേട്ടാ പന്നി. മുള്ളി ഒരു അർജന്റ് കേസിൽ വന്നതാണ് മുള്ളി. വെറുതെ പിന്നീട് മറ്റേ മാക്കാച്ചി കുത്തിയ പയ്യനെ. അവനൊരു വലിയ കാര്യം പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. ആണോ? എങ്ങനെ ഇപ്പൊ ഈ പറഞ്ഞ സാധനം എടുത്ത് വായിൽ വെച്ച് കിടന്നോ കേട്ടോ അവിടെ. അണ്ണാ മറ്റേ സ്ഥലത്തും കൂടെ പോകാണ്ട് മുള്ളി പിന്നെ മുള്ളി നമുക്ക് മറ്റന്നാളെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന സംഭവം മുള്ളി. അപ്പൊ അതിന് കുറച്ച് പ്രിപ്പറേഷന് നാളെയാണോ? എന്ത് കാണിച്ചടാ? എന്തോ ഒരു പാത്തു എന്തോ ഒരു പ്രശ്നം എന്ന് പറഞ്ഞ നിങ്ങളെ രണ്ടുപേരും കൂട്ടി അങ്ങ് ചെല്ലാൻ പറഞ്ഞേ. ഓ അതേ പോലെ 2 മിനിറ്റ് സമയം എന്താ? 2 മിനിറ്റ് അണ്ണ അത് തീർത്തില്ല. അത് തീർത്തില്ല. അത് തീർന്നായിരുന്നു. നിനക്ക് നല്ല ഉത്സാഹമുണ്ട്. നിന്റെ തീർക്കാനായിരിക്കും അല്ലേ? ഞാൻ ഒരു കാര്യം പറയാം. ഇവന്മാർക്കൊക്കെ മറ്റേ ഗേൾസിന്റെ കാര്യം സോൾവ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ പ്രസവിപ്പിക്കാനും പേരെടുക്കാനും മുള്ളിലേക്ക് സമയം കിട്ടുള്ളൂ. എന്താടാ ബാബു? പ്രോമിസ് പറയുന്നതാണ് മുള്ളിലേക്ക് ഇവന്മാരെ കൊച്ചിനെ കയ്യിലെടുക്കാനല്ലാതെ വേറെ ഗ്യാങ് ആക്കിയിട്ട് നാറ്റിക്കും. ഗ്യാങ് കൊണ്ട് ഫുള്ള് ഫാമിലി വാങ്ങിച്ച് തീർന്നു പോകും. മുള്ളി ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. ഇവനൊക്കെ എന്തിനാ പെണ്ണ്
അണ്ണാ ആ പാരമ്പര്യം പെണ്ണ് കാത്തു സൂക്ഷിക്കാൻ നമ്മൾ 2-3 പേരില്ലേ മുഴുവനായിട്ട്. ജുഗുറിന്റെ പെണ്ണ് പോയി കേട്ടോ അണ്ണാ. ശരിയാ. അവിടെ പോയി. സത്യമാണത്. നീയൊക്കെ തൂക്കിയിട്ടുണ്ട് തന്നെ അറിയ കേട്ടോ. ബാബുച്ചേട്ടൻ വരും ഒരു കാര്യം പറയാൻ. കൊച്ചു കൊലയും അവന്റെയൊക്കെ അഹങ്കാരവും. ആ, നീ എന്താ പറഞ്ഞു വന്നത്? മുള്ളി അതല്ല അതേ നമ്മള് നാളത്തെ മറ്റന്നാളത്തെ ഞാൻ പറഞ്ഞ കാര്യമൊക്കെ നമ്മൾ നടക്കോ? എപ്പോഴാ? അതെ നാളത്തേക്കാണ് മള്ളി പറയുന്നത്. അതെ, പിന്നെ അതിന് വേണ്ടി കുറച്ച് ചെലവുകൾ ഒരു 1.5 കോടി രൂപ വേണമായിരുന്നു. അതെന്തിനാ? മുള്ളി ഇതിന്റെ മുള്ളി ഇതിപ്പം കാര്യം നടക്കുകയും വേണം, എന്നെ കൈ നനയാനും പാടില്ലെന്ന് പറഞ്ഞ എങ്ങനെയാ? അതാ വാസമന്നെ എല്ലാം ഗ്യാങ് ഫണ്ടല്ല ചന്ദ്രനെ മേടിച്ചോ? അവന്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് മള്ളി എനിക്ക് ഒരു കാര്യം അടുത്ത വർഷം നടത്തിയാലോ പരിപാടി? ഇല്ല ഞാൻ തരാം ആ ഒരു സെക്കൻഡ്. 1.5 അല്ലേ വേണ്ടേ? ഇത് ഒരുപാട്